യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ജാമ്യാപേക്ഷയിൽ വിധി അല്പസമയത്തിനകം. സെക്രട്ടേറിയറ്റ് മാർച്ചിൽ സ്ത്രീകളെ മുന്നിൽ നിർത്തി പട്ടിക കൊണ്ട് അടിച്ചുവെന്നാണ് റിമാൻഡ് റിപ്പോർട്ട്. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് രാഹുലിന്റെ വീട്ടിൽ പോയതെന്നും പോലീസ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. ഇന്ന് രാവിലെയാണ് അടൂരിലെ വീട്ടിൽ നിന്ന് രാഹുലിനെ തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് അറസ്റ്റ് ചെയ്തത്. അറസ്റ്റിനെതിരെ കണ്ണൂരിലും മലപ്പുറത്തും കൊച്ചിയിലും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വ്യാപകമായ പ്രതിഷേധം സംഘടിപ്പിച്ചു. വൈദ്യപരിശോധനയ്ക്ക് ശേഷം വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തലിനെ പുറത്തെത്തിയിരിക്കുന്നു. ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണത്തിന് രാഹുൽ ഇപ്പോഴും തയ്യാറായിട്ടില്ല. മാധ്യമപ്രവർത്തകർ പല കാര്യങ്ങളും ചോദിക്കുന്നുണ്ടായിരുന്നുവെങ്കിൽ പോലും ഈ ഘട്ടത്തിൽ ഒരു പ്രതികരണത്തിനും തയ്യാറായിട്ടില്ല. വീട്ടിൽ കയറിയുള്ള അറസ്റ്റ് അസാധാരണ നടപടിയെന്ന് ആരോപിച്ച് പ്രതിപക്ഷ നേതാക്കൾ ഒന്നടങ്കം രംഗത്തു വന്നു. ഇത് ഭയപ്പെടുത്താന്ന് വിചാരിച്ചിട്ട്, ഞങ്ങളെ ഭയപ്പെടുത്താന്ന് വിചാരിച്ചിട്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റിനെ വീട്ടിലേക്ക് ഇരച്ചു കയറി അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയ കേരളത്തിലെ യൂത്ത് കോൺഗ്രസുകാരൊക്കെ പേടിച്ച് വീടിനകത്തേക്ക് കയറുമല്ലോ, അത് പേടിച്ചിട്ടാണ്. അതാണ് ഞാൻ പറഞ്ഞത്. 1/4 നൂറ്റാണ്ട് മുമ്പ് ജീവിക്കേണ്ടിയിരുന്ന ആളുകളാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഈ ഉപജാപക സംഘം ഈ വൃത്തികേടുകൾ മുഴുവൻ കാണിക്കുന്നത്. ഇതിനെതിരായി ജനാധിപത്യ കേരളം അതിശക്തിയായി പ്രതികരിക്കും. ഞങ്ങളുടേതായ പ്രതികരണം ഉണ്ടാവുകയും ചെയ്യും. കാത്തിരുന്ന് കാണാം. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീട് വളഞ്ഞിട്ട് അതിരാവിലെ അറസ്റ്റ് ചെയ്ത സംഭവം. രാഹുൽ സത്യത്തില് ആശുപത്രി വിട്ട് 2-3 ദിവസമേ ആയുള്ളൂ അസുഖബാധിതനായിട്ട്. എന്ത് കുറ്റത്തിന്റെ പേരിലാണ് ഒരു ഭീകരവാദിയെ പിടിച്ചുകൊണ്ടുപോകുന്നത് പോലെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്യാൻ പിണറായി ഉത്തരവിടുന്നത്? പിണറായിയുടെ ഉത്തരവ് കേട്ടാലുടനെ അതനുസരിച്ച് പ്രവർത്തിക്കുന്ന പോലീസ് സേമാന്മാരോട് ഒരു കാര്യം ഞങ്ങൾക്ക് പറയാനുള്ളത്, കേരളം ഒരുപാട് ഇത്തരം പോലീസ് നരനായാട്ടുകൾ കണ്ടതാണ്. പക്ഷേ ഇത് എല്ലാത്തിൻ്റെയും സീമകൾ ലംഘിക്കുന്ന രീതിയിലായിപ്പോയി. ന്യായമായി സമരം ചെയ്യുന്നവരെ പോലീസിനെ ഉപയോഗിച്ച് നേരിടുക എന്ന് പറയുന്ന ശൈലി ഫാസിസ്റ്റ് ശൈലിയാണ്. ഫാസിസ്റ്റ് ശൈലിയുടെ എല്ലാ സീമകളെയും ലംഘിച്ചുകൊണ്ടാണ് പിണറായിയുടെ ഈ പോക്ക്. ഇത് അപകടകരമായ പോക്കാണെന്ന് ഞങ്ങൾ മുന്നറിയിപ്പ് നൽകുകയാണ്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് സമരങ്ങളെ ഇല്ലാതാക്കുമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ആ സമരം 10 മടങ്ങായ ശക്തിയായിട്ട് വർദ്ധിക്കുകയുള്ളൂ എന്ന് മിസ്റ്റർ പിണറായി വിജയൻ മനസ്സിലാക്കണം. ഇതൊരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയുടെ ശൈലിക്ക് ചേർന്നതല്ല എന്ന് പാർട്ടി നേതൃത്വം മനസ്സിലാക്കിയാൽ അത്രയും. രാഹുൽ മാങ്കൂട്ടത്തില് നാട്ടിലുള്ള ആളല്ലേ, അപ്പൊ ഈ രീതിയിൽ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് യൂത്ത് കോൺഗ്രസിന്റെ അറിയപ്പെടുന്ന ഒരാളെ അറസ്റ്റ് ചെയ്തത് എന്തിനാണ് എന്ന് മനസ്സിലാകുന്നില്ല. അത് വളരെയധികം പ്രതിഷേധാർഹമാണ്. ഈ രീതിയിൽ സാധാരണ ജനകീയ സമരങ്ങൾ വരുമ്പോൾ ചെയ്യാറില്ല. അപ്പോൾ യൂത്ത് കോൺഗ്രസ്സുകാർക്കെതിരെ ഉണ്ടായ മർദ്ദനത്തിൽ പ്രതിഷേധിച്ച് വൈകാരികമായൊരു സാഹചര്യത്തിൽ ഒരു പ്രക്ഷോഭം നടന്നാൽ അത് ഈ രീതിയിൽ അറസ്റ്റ് ചെയ്തത് അങ്ങേയറ്റം അപലപനീയമാണ്. ഇത്തരത്തിലുള്ള അറസ്റ്റും അതുപോലുള്ള മർദ്ദനങ്ങളും കൊണ്ട് ഈ സർക്കാരിനെതിരായി യൂത്ത് കോൺഗ്രസോ ഒക്കെ നടത്തുന്ന പ്രക്ഷോഭങ്ങളിൽ ഞങ്ങളുടെ നേതാക്കളെയും പ്രവർത്തകരെയും അവരുടെ മനോവീര്യം തകർക്കാമെന്നാണ് പിണറായി വിജയൻ വിചാരിക്കുന്നതെങ്കിൽ അതെല്ലാവരും വാസ്തവത്തിൽ അവരുടെ മൗഢ്യം മാത്രമാണ്.
കോടതി നിർദ്ദേശപ്രകാരമായിരുന്നു രാഹുലിനെ വീണ്ടും വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കിയത്. അതിനുശേഷം ഇപ്പോൾ കോടതിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. വി വിനോദാണ് ചേരുന്നത്. വിനോദ്, ജാമ്യാപേക്ഷയിൽ അല്പസമയത്തിനകം തന്നെ തീരുമാനമുണ്ടാകുമെന്നാണല്ലോ പ്രതീക്ഷിക്കുന്നത്. എന്താണ് വിവരങ്ങൾ? അഭിലാഷ്, കോടതി നിർദ്ദേശപ്രകാരം വീണ്ടും രാഹുലിന്റെ വൈദ്യപരിശോധന നടത്തി. രാവിലെ കോട്ട ആശുപത്രിയിലായിരുന്നു പരിശോധന നടത്തിയത്. ഇപ്പോൾ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലാണ് പരിശോധന നടത്തിയത്. രാഹുലിന്റെ അഭിഭാഷകൻ കോടതിയിൽ രാഹുലിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, കഴിഞ്ഞ ദിവസങ്ങളിൽ ആശുപത്രിയിലായിരുന്നു, തലയിൽ രക്തം കട്ടപിടിച്ചിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ, അതിനാണ് ചികിത്സ തേടിയത്. ലാത്തിചാർജിൽ തന്നെയാണ് പരിക്ക് പറ്റിയത്. ഇതുമായി ബന്ധപ്പെട്ട ചികിത്സ നടക്കുകയാണെന്ന കാര്യം അറിയിച്ചു. ഇതേ തുടർന്നാണ് വീണ്ടും വൈദ്യപരിശോധന നടത്താൻ കോടതി നിർദ്ദേശിച്ചത്. ഈ റിസൾട്ടിന്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും വിധി പറയുക. വാദം ഉച്ചയ്ക്ക് മുൻപ് തന്നെ പൂർത്തിയായിരുന്നു. വിധി പറയുന്നതിന് വേണ്ടി ഉച്ചയ്ക്ക് ശേഷത്തേക്ക് മാറ്റിവെച്ചു. ഇതിനിടയിലാണ് ഈ വാദത്തിന്റെ സമയത്തിൽ ഉന്നയിച്ച വിഷയം, ആരോഗ്യ പ്രശ്നം, അത് പരിശോധിക്കാൻ വീണ്ടും കോടതി ചേർന്നപ്പോൾ ജഡ്ജി നിർദ്ദേശം നൽകിയത്. ഇപ്പോൾ വീണ്ടും കോടതിയിൽ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ ഈ കേസ് രേഖകൾ പരിശോധിച്ച ശേഷം വിധി പറയും. നമ്മൾ മനസ്സിലാക്കുന്നത് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ല എങ്കിൽ ഒരുപക്ഷെ റിമാൻഡിലേക്കായിരിക്കും. അതല്ല, ആരോഗ്യ പ്രശ്നങ്ങൾ കാണുകയാണെങ്കിൽ പ്രതിഭാഗം ആവശ്യപ്പെട്ടതുപോലെ ജാമ്യം നൽകാനുള്ള സാധ്യത, അല്ലെങ്കിൽ ചികിത്സ ഉറപ്പാക്കാനുള്ള ആശുപത്രിയിലേക്കോ മറ്റോ, പോലീസ് കസ്റ്റഡിയിൽ തന്നെ ആശുപത്രിയിലേക്കോ മറ്റോ മാറ്റാനുള്ള, ജുഡീഷ്യൽ കസ്റ്റഡിയിൽ മാറ്റാനുള്ള സാധ്യത, ഇങ്ങനെ പല സാധ്യതകളുണ്ട്. ഏതായിരുന്നാലും ഈ റിസൾട്ടുകളുടെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും കോടതി അത്തരമൊരു തീരുമാനത്തിലേക്ക് പോവുക. ഈ കേസുമായി ബന്ധപ്പെട്ട്, ഈ സെക്രട്ടേറിയറ്റ് സമരം നടത്തിയതുമായി ബന്ധപ്പെട്ടാണ് 20 ദിവസവും പൊതുസമൂഹത്തിൽ ഉണ്ടായിരുന്ന ഒരാളെ രാവിലെ 5:30 മണിക്ക്, പുലർച്ചെ 5:30 മണിക്ക് നാടകീയമായി ഇങ്ങനെ വീട്ടിൽ കയറി വീട്ടുകാരുടെ മുന്നിൽ, അമ്മയുടെയും സഹോദരന്റെ മുന്നിലൊക്കെ വെച്ച് ഇങ്ങനെ പിടികിട്ടാ പുള്ളികളെ കൊണ്ടുപോകുന്നത് പോലെ തിരിച്ചുകൊണ്ട് പോകേണ്ടതുണ്ടായിരുന്നോ എന്ന ചോദ്യമാണ് പ്രധാനമായും. മറ്റൊരു നിയമപ്രശ്നം കൂടി കോൺഗ്രസ് ഉയർത്തുന്നത്, രാഹുലിന് നോട്ടീസ് അയച്ചിരുന്നില്ല, കന്റോൺമെന്റ് സ്റ്റേഷനിൽ എത്തിച്ച ശേഷം നോട്ടീസിൽ ഒപ്പുവെപ്പിക്കുകയായിരുന്നു എന്ന കാര്യം പറയുന്നുണ്ട്. അതേസമയം പ്രോസിക്യൂഷൻ ജാമ്യാപേക്ഷയെ എതിർത്തു. പ്രോസിക്യൂഷൻ പറയുന്നത് സമരക്കാരെ പ്രകോപിപ്പിച്ച് ഇത്തരത്തിൽ അക്രമാസക്തരാക്കിയതിന് പിന്നിൽ രാഹുൽ ആണ്. മാത്രവുമല്ല, സ്ത്രീകളെ മുന്നിൽ നിർത്തി പട്ടിക കൊണ്ട് പോലീസുകാരെ മർദ്ദിച്ചു. മുഴുവൻ സമയവും രാഹുലിന്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു, അക്രമത്തിൽ പങ്കെടുത്തു. അതുകൊണ്ട് തന്നെ ജാമ്യം നൽകരുത് എന്ന കാര്യമാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ ഉന്നയിച്ചത്. ഏതായാലും തന്നെ വാദപ്രതിവാദങ്ങളെല്ലാം പൂർത്തിയായി. ഈ രേഖകളുടെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും ജാമ്യം നൽകുന്ന കാര്യത്തിൽ അന്തിമമായ ഒരു തീരുമാനം ഉണ്ടാവുക. അതായത് വിനോദ്, ഈ വാദപ്രതിവാദങ്ങൾ പൂർത്തിയായ ശേഷമായിരുന്നോ വീണ്ടും വൈദ്യപരിശോധന നടത്താൻ വഞ്ചിയൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി നിർദ്ദേശിച്ചത്? പൂർത്തിയായ ശേഷം, അതായത് വാദപ്രതിവാദം പൂർത്തിയായി ഉച്ചയ്ക്ക് ശേഷം കോടതി ചേരാനായി തീരുമാനമെടുത്തു. അതിനുശേഷം കോടതി ചേർന്നപ്പോൾ കോടതി നൽകിയ നിർദ്ദേശം ഒന്നുകൂടി വൈദ്യപരിശോധന നടത്തണമെന്നതാണ്. കാരണം ഈ തലയിൽ രക്തം കട്ടപിടിച്ചിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ രാഹുലിന്റെ അഭിഭാഷകൻ കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ആരോഗ്യ പ്രശ്നം ചൂണ്ടിക്കാട്ടിയത് കൊണ്ട് ഒരു തവണ കൂടി രാവിലെ കോട്ട ആശുപത്രിയിലാണ് വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോയത്. അവിടെ പരിശോധന നടക്കുന്ന സമയത്ത് തന്നെ പുറത്ത് യൂത്ത് കോൺഗ്രസിന്റെയൊക്കെ വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ കോടതി നിർദ്ദേശപ്രകാരം വീണ്ടും പരിശോധനയ്ക്ക് കൊണ്ടുവന്നു. അത് ജനറൽ ആശുപത്രിയിലാണ് ഇപ്പോൾ പരിശോധന പൂർത്തിയാക്കിയത്. ഈ വൈദ്യ പരിശോധന റിസൾട്ടിന്റെ ഇതിന്റെ ഫലങ്ങൾ കൂടി പരിശോധിച്ചായിരിക്കും ഈ ജാമ്യാപേക്ഷയിൽ കോടതി ഒരു അന്തിമ തീരുമാനം കൈക്കൊള്ളുക. യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റ് മാർച്ചിലെ സംഘർഷവുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് രാവിലെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റിനെ ആണ് പോലീസ് എത്തി ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്തത്. അതിനെ തുടർന്നാണ് വ്യാപകമായ പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. പിന്നീട് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു. രാഹുലിൻ്റെ അഭിഭാഷകൻ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് രാഹുൽ ചികിത്സയിലായിരുന്നു എന്ന വാദം അടക്കം ഉന്നയിച്ച പശ്ചാത്തലത്തിൽ ആണ് വഞ്ചിയൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി വീണ്ടും വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കാൻ ആവശ്യപ്പെട്ടത്.